ജവഹർലാൽ നെഹ്റുവിനെ പിന്തള്ളി പ്രധാനമന്ത്രി പദത്തിൽ റെക്കോർഡ് കുറിച്ച നരേന്ദ്രമോദിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അഭിനന്ദനം. പദവിയിൽ തുടർച്ചയായി 4399 ദിവസമാണ് നരേന്ദ്രമോദി പൂർത്തിയാക്കിയത്. 4398 ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ്. യോഗം മോദിയെ അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി. മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പ്രധാനമന്ത്രി നന്ദിയും പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന ആദർശവുമായി നയിക്കുന്ന നേതാവിന് ജനങ്ങൾ നൽകിയ അത്ഭുതപൂർവമായ പിന്തുണയാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് പ്രമേയത്തിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ 2047 വികസിത രാഷ്ട്രമായി മാറുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതരാക്കുകയും നഷ്ടപ്പെട്ട ആത്മാഭിമാനവും അന്തസ്സും വീണ്ടെടുക്കുകയും ചെയ്തതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുമോദന സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരും ആശംസകൾ നേർന്നു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു, മലിദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, കെനിയൻ പ്രസിഡന്റ് വില്യം സമോയി റൂട്ടോ, ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ്മ്യു, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ, സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ്, ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിസ്ലോതാക്കിസ്, ജർമ്മൻ ചാൻസലർ ബുഡസ്കാൻസലർ ഫെഡറിക് മാസ്, പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പെ, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ പ്രധാനമന്ത്രി കമാൽ പെർസാദ് ബിസേസർ തുടങ്ങി നിരവധി രാഷ്ട്രതലവന്മാരും അഭിനന്ദനങ്ങൾ നേർന്നു. നരേന്ദ്രമോദിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച അഭിനന്ദിച്ചിരുന്നു. അദ്ദേഹത്തെ ശക്തനും ആരോഗ്യവാനും ജ്ഞാനിയുമായ മനുഷ്യനെന്നും വിശേഷിപ്പിച്ചു. ട്രൂത്ത് സോഷ്യലിൽ കുറിച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ നായികക്കല്ലിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹത്തിന് തുടർന്നും വിജയം ആശംസിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായതിന് എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ. അദ്ദേഹം ഒരു മഹാനാണ് എന്നാണ് ട്രംപ് എഴുതിയത്. അദ്ദേഹം ശക്തനും ആരോഗ്യവാനും ജ്ഞാനിയുമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മുന്നിൽ നിരവധി വർഷത്തെ മഹത്വവും വിജയവും ഉണ്ടാകും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധീരമായ പരിഷ്കാരങ്ങൾ പിന്തുടരാനുള്ള ഇച്ഛാശക്തിയുള്ള നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് കേന്ദ്ര സർക്കാരിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച NDA മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗവും അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി പദം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചെന്ന റെക്കോർഡ് നേടിയ മോദിയെ അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി. വെല്ലുവിളികളെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ അദ്ദേഹം മറികടന്നുവെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവതരിപ്പിച്ച പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫിയു റിയോ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഘടകകക്ഷി നേതാക്കളായ ജിതൻ റാം മാഞ്ചി, HD കുമാരസ്വാമി, ഏക്നാഥ് ഷിൻഡെ, ചിരാഗ് പസ്വാൻ, ജയന്ത് ചൌധരി തുടങ്ങിയവർ പിന്തുണച്ചു. കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ പ്രമേയം വായിച്ചു. പാർട്ടിയേക്കാൾ വലുത് രാജ്യമെന്ന മനോഭാവമുള്ളതിനാൽ തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയ തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാൻ കഴിഞ്ഞെന്ന് ജമ്മു കാശ്മീരിലെ 370ാം വകുപ്പ് റദ്ദാക്കിയത് അടക്കം ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുകയും ചെയ്തു. ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ ഇനിയും വരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മെയ് 26 പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം തുടർച്ചയായി 4399 ദിവസങ്ങൾ മോദി അധികാരത്തിൽ തുടർന്നതോടെ ജൂൺ 10 അദ്ദേഹം ഈ റെക്കോർഡ് കൈവരിച്ചു. 1952 മെയ് 13 1964 മെയ് 27 ഇടയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി 4398 ദിവസം സേവനമനുഷ്ഠിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് ഇതോടെ അദ്ദേഹം മറികടക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.